അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് മതിയായ ചികിത്സ നൽകാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം പരിശോധിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. വരാക്കരയിൽ അപേക്ഷിക്കാതെ നൽകിയ കുടിവെള്ള കണക്ഷന് ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നടപടി നേരിട്ട് കുടുംബം. വാട്ടർ അതോറിറ്റിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വീട്ടുകാർ. വേലൂർ തയ്യൂരിലെ മയിലാടിക്കുന്നിലെ മണ്ണെടുപ്പ് തടഞ്ഞു. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണെടുപ്പ് തടഞ്ഞത്. മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ. ചേലക്കരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. നമസ്കാരം. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് ചികിത്സ നൽകാനൊരുങ്ങി വനംവകുപ്പ്. ആനത്താരകൾ ശുചീകരിക്കുന്ന നടപടികൾ വനംവകുപ്പ് ആരംഭിച്ചു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നടത്താൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ ഉത്തരവ് വരാനിരിക്കെ കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് വനംവകുപ്പ്. ഗണപതിയുടെ കാലിന് കുപ്പിച്ചില്ലുകൊണ്ട് മുറിവുണ്ടായതെന്നാണ് സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ആനകൾക്കും കാലിന് മുറിവ് പറ്റാതിരിക്കാൻ ആനത്താരകളിലെ കുപ്പിച്ചില്ലുകളും പഴയ കമ്പി കഷ്ണങ്ങളും അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തത്. പുഴയുടെ മറുകരയിൽ ഏഴാറ്റുമുഖം ഭാഗത്ത് 8 കിലോമീറ്ററും വെറ്റിലപ്പാറയിൽ 4 കിലോമീറ്റർ ദൂരത്തിലുമാണ് ശുചീകരണം നടത്തിയത്. 15ഓളം RRT അംഗങ്ങൾ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു. അതേസമയം ഗണപതിയെ നിരീക്ഷിക്കാൻ വ്യാഴാഴ്ചയും നിരീക്ഷണം തുടർന്നു. പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും പുഴ കടന്നെത്തിയ ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുകയും തീറ്റയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കണ്ടതിനേക്കാൾ വേഗതയിൽ ആന നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഉച്ചയോടെ കാട്ടാന വീണ്ടും മറുകരയിലേക്ക് പോയി. ആനയെ പിടികൂടി ചികിത്സ നടത്തുന്ന ദൌത്യം ഉടനെ ഉണ്ടാകുമെന്ന് വാഴച്ചാൽ DFO ലക്ഷ്മി പറഞ്ഞു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന അതിഥി തൊഴിലാളി മരിച്ചു. ജാർഖണ്ഡ് സ്വദേശി 28 വയസ്സുള്ള സഞ്ജയാണ് മരിച്ചത്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കഴിഞ്ഞ തിങ്കളാഴ്ച മലക്കപ്പാറ നടുപ്പരട്ടിൽ എസ്റ്റേറ്റിൽ വെച്ചാണ് കാട്ടുപോത്ത് സഞ്ജയെ ആക്രമിച്ചത്. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം സന്ദർശിച്ചു. വനം വകുപ്പ്, റവന്യൂ വകുപ്പ്, പോലീസ്, പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് തീരദേശ മേഖലയിൽ പരിശോധനയ്ക്ക് എത്തിയത്. പെരിങ്ങാട്, ഇടിയഞ്ചിറ, തിരുനെല്ലൂർ, പൈങ്കണ്ണിയൂർ, കോന്നൻ ബസാർ, മുനയ്ക്കൽക്കടവ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴയെ സംരക്ഷിത വനമേഖലയാക്കിക്കൊണ്ടുള്ള കരട് വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഹർജികളിൽ ഇടക്കാല ഉത്തരവുകൾ വന്നിരുന്നു. സംഭവത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തി ജോയിന്റ് റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറാനാണ് ഉത്തരവ്. ഇതു സംബന്ധിച്ച കേസ് ഈ മാസം 18-ന് വീണ്ടും വാദം കേൾക്കും. പെരിങ്ങാട് തീരദേശ സംരക്ഷണ സമിതിയും ജനപ്രതിനിധികളായ OJ ഷാജൻ, വിമല സേതുമാധവൻ എന്നിവരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. സബ് കളക്ടർ അഖിൽ മേനോൻ, കളക്ടറേറ്റ് ജില്ലാ സർവീസ് സൂപ്രണ്ട് ഓഫീസർ C മനീഷ്, തഹസിൽദാർ MK കിഷോർ, ഭൂരേഖ തഹസിൽദാർ VB ജ്യോതി, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ P രാജൻ, K സോണിയ, ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ, വനംവകുപ്പ് പട്ടിക്കാട് റേഞ്ച് ഓഫീസർ AC പ്രജി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന, വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ്, മറ്റ് ജനപ്രതിനിധികൾ, തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ഷൈജു തിരുനെല്ലൂർ, അബു കാട്ടിൽ, പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, ഗുരുവായൂർ SHO പ്രേമാനന്ദകൃഷ്ണൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. TCV പാവറട്ടി. വരാക്കരയിൽ അപേക്ഷിക്കാതെ നൽകിയ കുടിവെള്ള കണക്ഷന് ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നടപടി നേരിട്ട് കുടുംബം. വാട്ടർ അതോറിറ്റിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വീട്ടുകാർ. വരാക്കര സ്വദേശിനി വല്ലച്ചിറക്കാരൻ വീട്ടിൽ മേരിയാണ് ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. 2022-ൽ തങ്ങൾ ആവശ്യപ്പെടാതെ വാട്ടർ കണക്ഷൻ നൽകിയെന്നും ഇതിനുശേഷം അപേക്ഷ ഫോം അധികൃതർ നൽകിയെങ്കിലും കണക്ഷൻ വേണ്ടെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു. പലതവണ കണക്ഷൻ വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം ആരോപിച്ചു.
അവർ അപേക്ഷ ഫോം തന്നപ്പോൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം കണക്ഷൻ അവർ അവിടെ ഇട്ടുപോയി. പിന്നെ കുറേ നാളുകൾക്ക് 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ ഒരു ബില്ല് വന്നപ്പോൾ നമ്മൾ എയിനെ പോയി കണ്ടു. ഒല്ലൂർ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി കണ്ടു. അപ്പോൾ ഒരു അപേക്ഷ വയ്ക്കാൻ പറഞ്ഞു. നമ്മൾ അതിന് അപേക്ഷ കൊടുത്തു. അവർ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ഒരു തുക നമുക്കൊരു 1000 ചില്ലാൻ രൂപയുടെ ബില്ല് വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ വന്നു. ഇപ്പോൾ വീണ്ടും ബില്ല് വന്നേക്കാണ്. നമുക്ക് 2000 ചില്ലാൻ രൂപ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ പലതവണയായിട്ട് ഓഫീസിൽ കയറി ഇറങ്ങണം. അവിടെ ഓഫീസിൽ ചെന്ന് ബന്ധപ്പെട്ട് അവിടെ ചെന്നിരുന്ന് ഇവരോട് അപേക്ഷ വയ്ക്കുകയും കാര്യങ്ങളോ ചെയ്തിട്ട് ഇപ്പോഴും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബിൽ വന്നപ്പോൾ ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി പരാതി നൽകിയിരുന്നു. സാങ്കേതിക പ്രശ്നമാണെന്നും ബിൽ തുക അടയ്ക്കേണ്ട എന്നാണ് മറുപടി നൽകിയതെന്നും ഇവർ പറയുന്നു. പിന്നീട് 2190 രൂപ കുടിശ്ശിക അടയ്ക്കുവാൻ പറഞ്ഞ് ചാലക്കുടി സബ് ഡിവിഷനിൽ നിന്നും നോട്ടീസ് ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയും. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും അധികൃതർ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് TCV. വേലൂർ തയ്യൂരിലെ മൈലാടിക്കുന്നിൽ സ്വകാര്യ വ്യക്തി നടത്തിയിരുന്ന മണ്ണെടുപ്പ് പഞ്ചായത്ത് അംഗം PN അനിലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ തടഞ്ഞു. മൈലാടിക്കുന്നിനോട് ചേർന്നാണ് 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന കുന്നത്ത് പുരയ്ക്കൽ നഗർ. പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചിലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചത്. ഇതെല്ലാം അവഗണിച്ചാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വകാര്യ വ്യക്തിക്ക് മണ്ണെടുപ്പ് നടത്താൻ അനുമതി നൽകിയതെന്ന് വാർഡംഗം PN അനിൽ പറഞ്ഞു. ഏകദേശം 40ഓളം പേർ താമസിക്കുന്ന SC വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു കോളനി ഇവിടെയുള്ളൂ. ഈ ഒരു പ്രദേശത്തെ മണ്ണ് കുത്തിയൊലിച്ചു പോകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി വശങ്ങൾ കെട്ടി വെച്ചിട്ടുള്ള ഒരു പ്രദേശമാണിത്. ഇവിടെയാണ് പഞ്ചായത്ത് AEയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം മണ്ണെടുക്കാൻ യോഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിക്ക് വലിയ അളവിലോളം മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. സീനിയർ ജിയോളജിസ്റ്റ് ഈ പ്രദേശം കണ്ടിട്ട് പോലുമില്ല. അവരെല്ലാം ഇതിൽ ഒപ്പിട്ടുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ വീടിനും ഈ പാവപ്പെട്ട ആളുകളുടെ ജീവനും യാതൊരു പ്രാധാന്യവും നൽകാതെ ഇവിടെ മണ്ണെടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. സ്ഥലം പരിശോധിക്കാതെയാണ് സീനിയർ ജിയോളജിസ്റ്റ് മണ്ണെടുപ്പിന് അനുമതി നൽകിയത്. മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗാർത്ഥികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങളുടെ പാവങ്ങളുടെ ഒരു പരാതിയാണ് ഞങ്ങൾ ബോധിപ്പിക്കുന്നത്. എല്ലാ ഭാഗത്തും ഉരുളുപൊട്ടി മണ്ണിനടിയിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊക്കെ ഞങ്ങൾ കാഴ്ചയിൽ കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. നിങ്ങൾ ഈ മണ്ണെടുത്തിട്ട് പൈസ ഉണ്ടാക്കുക ഞങ്ങളെ എവിടെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവർ ചെയ്യണത്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടുന്ന് മണ്ണെടുക്കാൻ സമ്മതിക്കരുത്. പരിസ്ഥിതി ലോല പ്രദേശമായ തയ്യൂർ മൈലാടിക്കുന്നിലെ മണ്ണെടുപ്പ് മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടയാകും. മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, എരുമപ്പെട്ടി. ചേലക്കരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ തീപിടുത്തം. ചേലക്കര മൊബൈൽ ടവറിന് സമീപത്തെ വിനോദ് വിഹാറിലാണ് തീപിടുത്തമുണ്ടായത്. വീട്ടിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് വീട്ടുകാരെ വിവരമറിയിച്ചത്. അടുക്കള ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മതിലകത്ത് MDMAയുമായി പിടിയിലായി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടയാളെ അറസ്റ്റ് ചെയ്തു. കോതപ്പറമ്പ് സ്വദേശി വൈപ്പിപ്പാടത്ത് ഫാരിഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 18-നാണ് പുന്നയ്ക്ക ബസാറിൽ കാറിൽ നിന്ന് 5.38 ഗ്രാം MDMA മതിലകം പോലീസ് പിടികൂടുകയും 2 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇവരെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നതിനിടെ ഇരുവരും വാഹനത്തിന്റെ ഡോർ തുറന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ കൂരിക്കുഴി സ്വദേശി മുസമ്മിലിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയിരുന്നു. പ്രതികൾക്ക് MDMA നൽകിയ നിസ്താഫറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. രക്ഷപ്പെട്ട ഫാരിഷ് ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പോലീസ് പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, മതിലകം ഇൻസ്പെക്ടർ MK ഷാജി, SIമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുഹമ്മദ് അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്.
കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കുരുവിലശ്ശേരി സ്വദേശി വടാശ്ശേരി വീട്ടിൽ പ്രമോദിനെതിരെ വീണ്ടും കാപ്പ ചുമത്തി. അയൽവാസിയായ തോമസിനെ അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് കാപ്പ ചുമത്തി റിമാൻഡ് ചെയ്തത്. ജില്ലാ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് കാപ്പ ഉത്തരവിറക്കിയത്. പെരിങ്ങോട്ടുകരയിൽ ഉത്സവത്തിന് കെട്ടിയ പന്തലഴിക്കുന്നതിനിടെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. കല്ലൂർ ആദൂർ ഐനിക്കൽ നേരെപ്പറമ്പിൽ ജോസിന്റെ മകൻ 43 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കെട്ടിയ പന്തലഴിക്കുന്നതിനിടെ കാൽ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. മലയാളിയുടെ പ്രിയപ്പെട്ട കലാഭവൻ മണി ഓർമ്മയായിട്ട് 9 വർഷം പിന്നിടുന്നു. കണ്ണിലിന്നലെ മിന്നി മിനുങ്ങിയ കന്നിക്കിനാക്കളില്ലേ, പതിയെ തൊട്ടാലൂർന്നു വീഴും പട്ടുചൊറിയില്ലേ. താരപരിവേഷമില്ലാതെ സാധാരണക്കാരന്റെ ജീവിതം അഭിനയിച്ച് ഫലിപ്പിച്ച അസാധാരണ പ്രതിഭയായിരുന്നു കലാഭവൻ മണി. മിമിക്രി കലാരംഗത്ത് നിന്നും മലയാള സിനിമയിലെത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും അഭിനയ പാടവത്തിന്റെ പകർന്നാട്ടമായിരുന്നു പിന്നീട് മലയാളി കണ്ടത്. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ആരും ഓർക്കുന്നുണ്ടാവും, അതുകൊണ്ടാ. ഹാസ്യരംഗങ്ങൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മണിയുടെ മാസ്റ്റർ പീസ് ചിരിയായിരുന്നു. അക്ഷരമെന്ന ചിത്രത്തിൽ തുടങ്ങി സല്ലാപത്തിലെ ചെത്തുകാരന്റെ വേഷത്തിലൂടെ ശ്രദ്ധേയനായി. ഹാസ്യ നടനായി തിളങ്ങി പിന്നീട് സഹനടനായും നടനായും വ്യത്യസ്തത നിറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും മണി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി. പിന്നെയും പറഞ്ഞു നിങ്ങൾ ദൈവാത്. എന്നോ മരിച്ചുപോയി എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചു കൊണ്ടു നടക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ഒരു മകനെ പോലെ കരുതുന്നു വിചാരിച്ചാ നിങ്ങൾ എന്നെ ചതിക്കലായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, കരുമാടിക്കുട്ടൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ നാടൻ പാട്ടെന്ന കലയെ ജനപ്രിയമാക്കിയ മറ്റൊരു മലയാളിയുണ്ടാകില്ല. ആരാരുമാവാത്ത കാലത്ത് ഞാനിന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. സിനിമയിൽ തിരക്കേറിയപ്പോഴും നാടും നാട്ടാരും നാടൻ പാട്ടുമായിരുന്നു മണിയുടെ ജീവൻ. ഏത് തിരക്കിലും മണ്ണിന്റെ മണമുള്ള പാട്ടുകളുമായി മണിയെത്തി. പാട്ടുപോലെ ചടുലമായിരുന്നു മണിയെന്ന കലാകാരന്റെ ജീവിതവും. ഇല്ലായ്മകളിൽ തളരാതെ മുന്നേറിയ കലാകാരൻ പ്രേക്ഷകരെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും മലയാളികളുടെ ഓർമ്മകളിൽ ഇപ്പോഴുമുണ്ട്. നിന്നെ ചതിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷെ നടേശനെതിരെ വന്ന് കളിച്ചത് നിന്റെ ടീമായതുകൊണ്ട് കാശ് വാങ്ങാതെ ഈ ശിക്ഷ നീ തന്നെ അനുഭവിക്കണം. അതല്ലടോ അതിന്റെ ഒരു മര്യാദ. സുഖത്തിലല്ല ദുഃഖത്തിലല്ലോ പാട്ടേ നിന്റെ മണിക്കിടുക്കം. എന്റർടൈൻമെന്റ് ഡെസ്ക് TCV. കലാഭവൻ മണിയുടെ 9ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ചാലക്കുടിയിൽ വിവിധ ചടങ്ങുകൾ നടന്നു. നഗരസഭയും യുവജനക്ഷേമ ബോർഡ് സംയുക്തമായാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ TT ജിസ്മോൻ, ബോർഡ് അംഗം സന്തോഷ് കാല, സംവിധായകൻ സുന്ദർദാസ് തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിലെ മണിയുടെ പേരിലുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഭക്ഷണ വിതരണം നടന്നു. ഫയർ സ്റ്റേഷൻ റോഡിൽ മണിയുടെ സുഹൃത്തുക്കൾ ചേർന്ന് അനുസ്മരണം സംഘടിപ്പിച്ചു. കലാഭവൻ മണിയുടെ പേരിൽ പ്രഖ്യാപിച്ച സ്മാരകത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് ധർണ നടത്തി. സനീഷ് കുമാർ T ജോസഫ് MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VO പൈലപ്പൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റ്, പുരോഗമന കലാസാഹിത്യ സംഘം, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ചാലക്കുടിയിൽ കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിച്ചു. ചേനത്ത് നാട്ടിലെ കലാഗൃഹത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ചലച്ചിത്ര നടൻ രമേശ് പിഷാരടി ഉദ്ഘാടനം ചെയ്തു.
മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ അധ്യക്ഷനായി. കുന്നിശ്ശേരി കുടുംബ ട്രസ്റ്റിന്റെ പുരസ്കാരം പ്രശസ്ത ഗായകൻ പന്തളം ബാലന് രമേശ് പിഷാരടി സമ്മാനിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, രാജീവ് ആലുങ്കൽ, അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, സുരേഷ് ഡാവിഞ്ചി, രാജീവ് വാലുങ്കൽ, KS അശോകൻ, ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച നാടക നടനുള്ള പുരസ്കാരം നേടിയ പ്രമോദ് വെളിയനാടിനെ ചടങ്ങിൽ ആദരിച്ചു. കണ്ടാണശ്ശേരി ആളൂർ പുഴയിൽ ബാർബർ ഷോപ്പിലെ മാലിന്യം തള്ളിയവർക്കെതിരെ ആരോഗ്യവകുപ്പ് നിയമ നടപടി സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് മുടിയും മറ്റു മാലിന്യങ്ങളും ചാക്കുകളിൽ കെട്ടി പുഴയിൽ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NA ബാലൻ, മെമ്പർ PK അസീസ്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യത്തിൽ നിന്ന് ലഭിച്ച ബില്ല് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മറ്റം സെന്ററിൽ പ്രവർത്തിക്കുന്ന XX ലുക്ക് ബാർബർ ഷോപ്പാണ് മാലിന്യം കൊണ്ടിട്ടതെന്ന് കണ്ടെത്തി. തുടർന്ന് സ്ഥാപനമുടമ ഉത്തർപ്രദേശ് സ്വദേശി മുഹമ്മദ് നബീലിനെതിരെ പിഴ ചുമത്തുകയും മാലിന്യം തിരിച്ചെടുപ്പിക്കുകയും ചെയ്തു. പൊതുജനാരോഗ്യ വിഭാഗം മേധാവി ഡോക്ടർ ചിന്ത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ C ബിഞ്ചു ജേക്കബ്, VL ബിജു, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് CO ആൻഡോ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ MC അഭിഷേക്, VO വിവേക് ജസ്റ്റിൻ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി സ്ത്രീക്ക് മാനഹാനി വരുത്തുകയും ഇരുചക്ര വാഹനം തല്ലി തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അന്തിക്കാട് സ്വദേശി പുളിക്കൽ വീട്ടിൽ സിബിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. വധശ്രമം ഉൾപ്പെടെ 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സിബിനെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, അഭിലാഷ്, കൃഷ്ണദാസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, ഷാജു, മഹേഷ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. മാള പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് മാളച്ചാലിലേക്ക് ഉപ്പുവെള്ളം കയറിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി. മാള പഞ്ചായത്ത് ഭരണസമിതിക്കൊപ്പം VR സുനിൽകുമാർ MLAയുടെ അനാസ്ഥ കാരണമാണ് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ സ്ഥിരം തടയണ നിർമ്മാണം വൈകുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഉപവാസ സമരം MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ആർത്തപ്പിള്ളി അധ്യക്ഷനായി. NS വിജയൻ, PD ജോസ്, AA അഷ്റഫ്, സോയ് കോലഞ്ചേരി, ജോഷി കാഞ്ഞുതറ, ജിയോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളത്ത് ആധാരമെഴുത്തുകാരനെ ആക്രമിച്ച കേസിൽ അച്ഛനും മകനും അറസ്റ്റിൽ. കൂരിക്കുഴി സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ ഗോൾഡൻ എന്ന് വിളിക്കുന്ന സതീശൻ മകൻ മായപ്രയാഗ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാളമുറി സ്വദേശിയായ മമ്മസ്ര ഇല്ലത്ത് വീട്ടിൽ സഗീർ എന്നയാളെ സ്ഥാപനത്തിൽ കയറി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പരാതിയിലാണ് അറസ്റ്റ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാടാനപ്പള്ളിയിൽ നിന്നാണ് പിടികൂടിയത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർ KS സൂരജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിൽബർട്ട്, ജേക്കബ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ലഹരിക്കെതിരെ യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണുത്തി കൈലാസനാഥ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ തൃശൂർ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന ഫ്ളാഷ് മോബ് അവതരണം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ ലിംന മനോജ്, രാധിക M, V പൂർണിമ സുരേഷ്, അഡ്വക്കേറ്റ് വില്ലി G ജോജോ, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം ജനങ്ങൾ അതിനകത്ത് പ്രേരിപ്പിക്കുകയും അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഇന്ന് പൊതുജനമെല്ലാം ഒന്നായി ആളൂർ പഞ്ചായത്തിനെ ഈ മാസം 22-ന് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കും. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സംയുക്ത യോഗം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജോസ് മാന്യുരാൻ, ബിന്ദു ഷാജു, അഡ്വക്കേറ്റ് MS വിനയൻ, ദിബിൻ പാപ്പച്ചൻ, ഷൈനി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഈ മാസം 15 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് ശുചിത്വ പ്രഖ്യാപനം നടത്തുവാൻ യോഗം തീരുമാനിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി ആഘോഷത്തിന് തട്ടകത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചെമ്പുച്ചിറ നൂലുവള്ളി ദേശങ്ങളുടെ നേതൃത്വത്തിലാണ് പൂരാഘോഷ ചടങ്ങുകൾ നടക്കുന്നത്. 12 കാവടി സെറ്റുകളും ആഘോഷത്തിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് 11:30 മുതൽ 1:30 വരെ കാവടി സെറ്റുകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന കൂടിയാട്ടമുണ്ടാകും. വൈകിട്ട് നടക്കുന്ന കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പിൽ നൂലുവള്ളി, ചെമ്പുച്ചിറ ദേശങ്ങൾ 9 വീതം ആനകളെ അഭിമുഖമായി അണിനിരത്തും. 5:30 മുതൽ 1 മണിക്കൂർ നീളുന്ന കുടമാറ്റവും ഉണ്ടാകും. ചെമ്പുച്ചിറ ദേശത്തിന്റെ മേളത്തിന് പഴുവിൽ രഘുമാരാരും പഞ്ചവാദ്യത്തിന് ചെറുശ്ശേരി ശ്രീകുമാറും നേതൃത്വം നൽകും. നൂലുവള്ളി ദേശത്തിന്റെ മേളത്തിനും പഞ്ചവാദ്യത്തിനും ചേന്ദമംഗലം രഘുമാരാർ പ്രാമാണികത്വം വഹിക്കും. രാത്രിയിലും എഴുന്നള്ളിപ്പുണ്ടാകും. ശനിയാഴ്ച പള്ളിവേട്ട നടക്കും. ഞായറാഴ്ച രാവിലെ മന്ദരപ്പള്ളി മന്ദാരക്കടവിൽ നടക്കുന്ന ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് സമാശ്വാസ സംഖ്യ വിതരണം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നാറ്റുവെട്ടി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, ബോർഡ് അംഗം ജോസ് വാഴപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളെ നേരിടാനായി സംഘടനാ സംവിധാനമൊരുക്കി കോൺഗ്രസ്. തൃശൂർ ജില്ലയിൽ പുതിയ നേതൃത്വം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പാർട്ടിയുടെ ചുമതല MS അനിൽകുമാറിനാണ്. നഗരസഭയിലെ 46 വാർഡുകളിലും സംഘടനാ സംവിധാനം കാര്യക്ഷമമാക്കുക, അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക തുടങ്ങിയ വെല്ലുവിളികളാണ് കോൺഗ്രസ് നിലവിൽ നേരിടുന്നത്. നഗരസഭയിൽ 10 വാർഡുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇവയിൽ 6 തീർച്ചയായും വിജയിക്കാനാകുമെന്നും പാർട്ടി നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. ആദ്യമായി കഴിഞ്ഞ കാലങ്ങളില്ലാത്ത രീതിയിലുള്ള UDFന്റെ ഒരു ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാർഡ് കമ്മിറ്റികൾ മുഴുവൻ രൂപീകരിച്ചു. അതോടൊപ്പം മഹാത്മജി കുടുംബ സംഗമങ്ങൾ, ഓരോ വാർഡിലെയും പ്രധാന കുടുംബാംഗങ്ങളെ, അവിടുത്തെ പ്രധാന പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് KPCCയുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന കുടുംബ സംഗമങ്ങളും ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് ആ ഓരോ കുടുംബങ്ങളിലേക്കും UDFന്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനം മുതൽ നഗരസഭ വരെയുള്ള ഗ്രൂപ്പിസവും പ്രാദേശിക ഗ്രൂപ്പിസവും മറികടന്നു വേണം കോൺഗ്രസിനെ പ്രവർത്തിക്കാൻ. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. TCV കൊടുങ്ങല്ലൂർ. കയ്പമംഗലം പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് ഫർണിച്ചർ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഷാജഹാൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിനൂബ് അബ്ദുറഹ്മാൻ, PK സുകന്യ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന പഠനോത്സവം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷയായി. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, ഡോക്ടർ P ലിജു, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ കട്ടിൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. അംഗങ്ങളായ മൈമുന ഷബീർ, രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, KR സിമി തുടങ്ങിയവർ സംസാരിച്ചു. രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ യുവാവിനെ രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ചെമ്മണ്ണൂർ പാലത്തിന് സമീപം പരേതനായ പൂന്താത്ത് ഉമ്മർ മകൻ 24 വയസ്സുള്ള ഉംറാസ് ആണ് മരിച്ചത്. രാജ ഫർണിച്ചറിലെ ജീവനക്കാരനാണ്. രാവിലെ കിടപ്പുമുറി തുറക്കാതെ വന്നപ്പോൾ വാതിൽ തകർത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി ഹെൽപ്പറായി സംസ്ഥാന അവാർഡ് നേടിയ അരിമ്പൂർ പഞ്ചായത്തിലെ വാർഡ് 1 വിദ്യാമന്ദിർ അങ്കണവാടിയിലെ ഹെൽപ്പർ ആനീസ് ബാബുവിനെ ആദരിച്ചു. വാർഡ് മെമ്പർ ജെൻസൺ ജെയിംസിന്റെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഹരിദാസ് ബാബു, PA ജോസ് തുടങ്ങിയവരും പങ്കെടുത്തു.
ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 840 രൂപ, പവന് 64,320 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പള്ളിയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതിക്ക് മതിയായ ചികിത്സ നൽകാൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. പെരിങ്ങാട് പുഴ വനവൽക്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമിതി സ്ഥലം പരിശോധിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത്. വരാക്കരയിൽ അപേക്ഷിക്കാതെ നൽകിയ കുടിവെള്ള കണക്ഷന് ബില്ലടയ്ക്കാത്തതിന്റെ പേരിൽ ജപ്തി നടപടി നേരിട്ട കുടുംബം. വാട്ടർ അതോറിറ്റിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി വീട്ടുകാർ. വേലൂർ തയ്യൂരിലെ മൈലാടിക്കുന്നിലെ മണ്ണെടുപ്പ് തടഞ്ഞു. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണെടുപ്പ് തടഞ്ഞത്. മണ്ണെടുപ്പിനെതിരെ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ. ചേലക്കരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.